മോഷ്ടാക്കളുടെ ദേശീയ പാർട്ടി എന്ന നിലയിലാണ് ഇന്ന് കോൺഗ്രസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴയെല്ലാം കൈപ്പറ്റുക, എല്ലാ വെട്ടിപ്പും നടത്തുക, പണം കോഴയായി കൈപ്പറ്റുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറി. സുകുമാർ അഴീക്കോട് മാഷോ മറ്റോ ആണെന്ന് തോന്നുന്നു മുൻപൊരിക്കൽ പറയുകയുണ്ടായി, കോൺഗ്രസിന്റേത് കൈപ്പത്തിയല്ല കൈപ്പറ്റിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൈപ്പത്തി കോൺഗ്രസ് എന്നല്ല, കൈപ്പറ്റി കോൺഗ്രസ് എന്ന് പറയണം. കോഴ, തട്ടിപ്പിലൂടെയുള്ള പണം, പിരിവിലൂടെയുള്ള പണം, ഇതെല്ലാം കൈപ്പറ്റുന്ന പാർട്ടിയായി, അടിച്ചുമാറ്റുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറി. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കേരളത്തിലും ഇങ്ങനെയുള്ള സീറ്റ് വിൽപ്പന നടന്നതായിട്ട് പ്രാഥമികമായി തന്നെ നിരീക്ഷിച്ചാൽ ചില മണ്ഡലങ്ങളിലെങ്കിലും നമുക്ക് കാണാനാവും. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ്, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനം വരുന്നതിനു മുൻപ്, ഏറെ നാൾ മുൻപ് മുതൽ കേരളത്തിൽ ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പ്രചരണം ആരംഭിച്ചു. അത് മാധ്യമങ്ങൾക്കും അറിയുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്ഥാനാർത്ഥിയായി പ്രചരണം നടത്തുകയാണ്, വൻതോതിൽ പണം ചെലവഴിക്കുകയാണ്. വൻതോതിൽ പണം ചെലവഴിക്കാൻ കഴിവുള്ള ചില ധനാഢ്യർ ആദ്യമേ പണം കൊടുത്തു സീറ്റ് ഉറപ്പിച്ചതിന്റെ തെളിവാണത്. വൻതോതിൽ പണം ചെലവഴിക്കുന്നു, നിയോജക മണ്ഡലത്തിൽ പ്രത്യേകമായ ഒരു വീട് എടുത്ത് അവിടെ താമസം ആരംഭിക്കുന്നു. മാസങ്ങൾക്ക്, വർഷങ്ങൾക്ക് മുൻപാണ്, 2 വർഷമൊക്കെയായി സീറ്റ് വിലയ്ക്ക് വാങ്ങി ഇങ്ങനെ മത്സരരംഗത്ത് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോ കേരളത്തിൽ എത്ര സീറ്റ് വിറ്റു, എത്ര പണം അതുവഴി കിട്ടി എന്നുള്ളത് ഒരു പക്ഷേ ഭാവിയിൽ വാർത്തകളായി തെളിവുകൾ സഹിതം പുറത്തു വന്നേക്കാം. ജനാധിപത്യത്തെ മലീമസമാക്കുന്ന, തെരഞ്ഞെടുപ്പുകളെ കുംഭകോണം നടത്താനുള്ള അവസരമായി മാറ്റുന്ന കോൺഗ്രസിനെതിരായി എല്ലാ ജനാധിപത്യ വിശ്വാസികളും രംഗത്ത് വരേണ്ട ഒരു സമയമാണിത്. ഈ തരത്തിൽ ഹരിയാനയിലും ബീഹാറിലും കേരളത്തിലുമെല്ലാം സീറ്റ് വിറ്റ് തീർത്തും പ്രതിലോമകരമായ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനെതിരായി സത്യസന്ധമായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവരും സാംസ്കാരിക നായകരും എല്ലാം പ്രതികരിക്കേണ്ടതാണ്, രംഗത്ത് വരേണ്ടതാണ്.